നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. നവതി ആഘോഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഇ.കെ. നയനാർ അവരുടെ ഭാര്യ ശാരദ ടീച്ചർക്കും കുടുംബത്തിനും ഞങ്ങളുടെ അനുമോദനങ്ങളും ആശംസകളും. ബഹുമാന്യരും, ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ. എൻ്റെ മകളുടെ പ്രസവം കഴിഞ്ഞ്, മകളെ പ്രസവിച്ച് കഴിഞ്ഞ് പേരിടാൻ കാലത്ത് നമ്മൾ പറഞ്ഞു, ഡോക്ടർ പേര് ചോദിച്ചാൽ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുട്ടി വളർന്നു വരാൻ ആയുഷും ആരോഗ്യം ഉണ്ടെങ്കിൽ അവൾ അറിയപ്പെടുന്നത് നമ്പറിലായിരിക്കും. 50 വർഷം മുൻപ് അവൾ വളർന്ന് 20 വയസ്സായപ്പോഴേക്കും ആധാർ കാർഡ് വന്ന് അതിലെല്ലാം ഒരു നമ്പറാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേ നമ്പറിൽ നമ്മൾ അറിയപ്പെടുന്നത്, ആധാർ കാർഡ് നമ്പർ. പേരും സ്ഥലപ്പേരൊക്കെ ഉണ്ടെങ്കിലും അതാണ് മെയിൻ രേഖ. റേഷൻ കാർഡിനേക്കാൾ ഇപ്പോൾ അതാണ് മെയിൻ രേഖ. അതുപോലെ വരുന്ന ഒരു സംഭവം നിങ്ങളുടെ ഓർമ്മപ്പെടുത്തണം. വരാനുള്ള സംഭവം, നമുക്ക് റെയിൽവേക്ക് 8 മേഖലാ ആസ്ഥാനങ്ങളാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ ബേസിൽ ഒരൊറ്റ നമ്പറാണ് ടോട്ടലായിട്ട്. അങ്ങ് ഡൽഹി മുതൽ അല്ലെങ്കിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റ തരം നമ്പറാണ്. അതിൽ ഓരോ പോസ്റ്റ് ഓഫീസും ഒരു നമ്പർ, പക്ഷെ മൊത്തത്തിൽ ഒറ്റ ഇതാണ്. അതുകൊണ്ട് കുഴപ്പമുള്ള വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ഒക്കെ ഉള്ളതിന് അതുപോലെ വേണ്ടി നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങ് ഡൽഹി മുതൽ കന്യാകുമാരി വരെ വാർഡിൻ്റെ ഒക്കെ അനുസരിച്ച് ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പം? അതുപോലെ ഇപ്പോൾ ആധാർ രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞു, അന്ന് ഞങ്ങൾ സമരം ചെയ്തെന്നറിയുമോ? ആധാരം രജിസ്ട്രേഷൻ 15%, 12%, 10%, അങ്ങനെ പല പല രീതിയാണ്. ഗ്രാമത്തിൽ വേറെ, പട്ടണത്തിൽ വേറെ, സിറ്റിയിൽ വേറെയാണ്. അന്ന് ഞങ്ങൾ ലാൻഡ് ബ്രോക്കേഴ്സ് യൂണിയൻ നിലയിൽ അതിൻ്റെ അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡന്റ് പറഞ്ഞു, അത് നമുക്ക് സിറ്റിയിൽ വില കൂടുതൽ, പട്ടണത്തിൽ അതിനേക്കാൾ കുറയും, ഗ്രാമത്തിൽ അതിനേക്കാൾ കുറയും എന്ന് പറഞ്ഞാൽ വിലക്ക് അടിസ്ഥാനമായിട്ടാണ് ആദായത്തിൽ വില രജിസ്ട്രേഷൻ ഫീ നിശ്ചയിക്കണമെങ്കിൽ. എന്നിട്ട് പട്ടണത്തിന് വേറെ, ടൗണിന് വേറെ, ഗ്രാമത്തിന് വേറെ, എവിടെയെല്ലാം സ്ഥല വ്യത്യാസമില്ലേ? ഉദാഹരണം പറഞ്ഞാൽ എറണാകുളം കോർപ്പറേഷനിൽ 10 ലക്ഷം ആണെങ്കിൽ ചില മുനിസിപ്പാലിറ്റി വരുമ്പോൾ അത് 7-6 ലക്ഷവും, ഗ്രാമത്തിൽ 1-2 ലക്ഷവും. അങ്ങനെ വരുമ്പോൾ ലക്ഷത്തിനനുസരിച്ച് 5% ആണെങ്കിൽ തന്നെയും എന്താ കുഴപ്പം? 1 ലക്ഷത്തുള്ളവർക്ക് 10 രൂപ, 5% ആണെങ്കിൽ 5 രൂപ, മറ്റവർക്ക് അങ്ങനെ വരൂലേ? അപ്പോൾ സിറ്റിക്ക് വേറെ, പട്ടണത്തിൽ വേറെ, ഗ്രാമത്തിൽ വേറെ എന്ന ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് നിരന്തരമായ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് കേരള ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കി. പട്ടണത്തിൽ എല്ലാം ചെയ്ത് 5%. പക്ഷേ ഈ ദുരാഗ്രഹം മൂത്ത കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ 5% ഏകീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാൽ മാക്സിമം വില കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 10 ലക്ഷത്തിൽ വാങ്ങിയ ഭൂമിക്ക് സാധാരണഗതിയിൽ ഒരു 4, 5, മാക്സിമം 6 വരെ വരുന്നത്. അതല്ല, അത് 10 കാണിക്കാമല്ലോ. അത്ര ആദായത്തിന് മൂല്യം കൂടുമ്പോൾ നമുക്ക് വിലയല്ലേ? പക്ഷേ അതുകൊണ്ട് വരുമാനം കുറയില്ല. ഇവരെ കള്ളന്മാരും ഈ കള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിഭാഗം നിന്നറിയുമോ? എമൗണ്ട് കൂട്ടിയില്ല, പഴയ എമൗണ്ട് തന്നെ. നികുതി ആ പഴയ 5%. അപ്പം മൊത്തം നികുതിയിൽ 3 കുറഞ്ഞല്ലേ? 3 ഭാഗം കുറഞ്ഞല്ലേ? അപ്പോൾ ഖജാവിൽ പണമല്ലാതെ ഉടനെ സർക്കാർ ഒരു വർഷം നിന്നില്ല, അപ്പോൾ സർക്കാർ പിൻവലിച്ചു. അതാണ് മിസ്യൂസ് ചെയ്യാമെന്നും ചൂസ് ചെയ്യാന്നുണ്ട്. അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷൻ്റെ പാട്ടാക്കാം, തലസ്ഥാന പാട്ടാക്കാം. അതിപ്പോൾ പോസ്റ്റൽ ഇൻഡെക്സ് ഇപ്പോൾ ഏതാണ്? കോർപ്പറേഷൻ പ്രത്യേക ഇൻഡെക്സ് ഉണ്ടോ? വില്ലേജ് പ്രത്യേകം ഉണ്ടോ? അത് കണ്ടിന്യൂഷൻ എടുക്കുന്ന പോരാണ്. അതിന് തോന്നുന്നു ഓരോ രീതിയിൽ വന്ന് നിശ്ചയിക്കും. അപ്പോൾ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഡൽഹിയിലാണോ ഇത് കേരളത്തിലാണോ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പോസ്റ്റൽ ഇൻഡെക്സിൽ ഒരു പരിധി വരെ അറിയാവുന്നവർക്ക് ഈ പോസ്റ്റൽ ഇൻഡെക്സിൻ്റെ ഇത് ഇരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഡൽഹിയാണോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ദേശീയ ലെവലിൽ വാർഡിനെല്ലാം കണ്ടിന്യൂറ്റി ഉണ്ടായി നമ്പർ അനുവദിക്കുക. അപ്പോൾ ആ നമ്പറിൻ്റെ പേരിലായിരിക്കും വാർഡ് അറിയപ്പെടുന്നത്. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പേര് കൊടുക്കുമ്പോൾ വാർഡിന് പേര് കൊടുത്തോ, നിങ്ങൾ കോർപ്പറേഷൻ കാണിച്ചോ, പഞ്ചായത്ത് കാണിച്ചോ, മുനിസിപ്പാലിറ്റി കാണിച്ചോ. പക്ഷെ കണ്ടിന്യൂഷൻ ഉണ്ടാവും അതിന്. അവിടെ വേറെ ഇവിടെ വേറെ അല്ല. ഇനി അങ്ങനെ ദേശീയ ലെവലിൽ ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബേസ് ആകാം.
ഇപ്പോൾ തിരുവനന്തപുരം കേരളം എടുക്കാം, ഏതാനും മാസങ്ങളിൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ വരാൻ പോകണം, സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ വരാൻ പോകണം. അപ്പോൾ ഗവൺമെൻറ് വേണ്ടി ഇതിന് ഒന്നിനോ വെച്ചിട്ട് ഒരു കൊല്ലാട്ട് തോന്നുന്നു ഗവൺമെൻറ് വേണ്ടി ചെയ്യാമല്ലോ. മൊത്തത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ A to Z ഒരു കമ്മിറ്റി വെച്ച് ഇരുന്ന് നിശ്ചയിച്ചാൽ തുല്യമായ ഇത് കിട്ടും. ട്രിവാൻഡ്രം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ നമ്മുടെ കാസർഗോഡ് മംഗള വരെ കിട്ടും. അപ്പോൾ തളങ്കര വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇതൊന്നും ഇല്ലാതെ ഒരു പോസ്റ്റിൽ കണക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡ് വാങ്ങിച്ചത് പൈപ്പ് കണക്ഷൻ കൊടുത്ത് അങ്ങനെ കൊടുത്ത് അതിന് കിട്ടുന്ന ഇച്ചിരി ഇഷ്കി അതുകൊണ്ട് സമ്പാദിക്കുക. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഈ പൂർണ്ണ സമയവും നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുന്നേ. എന്താ കുഴപ്പം ചിന്തിച്ചാൽ? ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ വെറുതെ ചിന്തിക്കുക. ഞാൻ പുല്ലേപ്പടി സ്കൂളിലെ PTA പ്രസിഡന്റ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞേ, അവിടെ സിറ്റി ആണെങ്കിലും പാവപ്പെട്ട് കൂടി പഠിക്കുന്ന ഇതാണ്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ബുക്കുണ്ടല്ലോ, എഴുതുന്ന ബുക്ക്, ആ ബുക്ക് വെറുതെ മറിച്ച് നോക്കുക, ഒരു നിങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. എങ്കിലും നമ്മുടെ ബുക്കുകൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വിശ്വാസം അവർക്കും ഒരു ധൈര്യം നമുക്കും ഉണ്ടാവും. അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് തന്നെയല്ലേ വേറൊരു കാര്യം ഞങ്ങൾ പണ്ട് പറഞ്ഞത്, 50 വർഷം മുമ്പ് പറഞ്ഞാൽ വോയിസ് ഓഫ് ജസ്റ്റിസ് പറഞ്ഞാണ്, എന്തിനാണ് നമുക്കൊരു ഗവർണർ? ഒരു സ്ഥിരമായ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുണ്ട്. രാജ്യസഭ തന്നെ നമുക്ക് കേരളത്തിലില്ല, ഇരുസഭ കേരളത്തിലില്ല. ആ മന്ത്രിസഭയ്ക്ക് പുറമേ ചീഫ് സെക്രട്ടറി ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ റാങ്കുള്ള ചീഫ് സെക്രട്ടറി ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട പോലെ. ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലോ അല്ലെങ്കിൽ അവർ നോമിനിയൊന്നുമല്ലല്ലോ. അപ്പം ഇതെന്തിനാണ് ഈ ഗവർണർ പദവി? ഗവർണർ പദവി അതിന് ആവശ്യമില്ല. അത് ചെയ്യുന്ന ഈ നെറികെട്ട രാഷ്ട്രീയക്കാരുടെ ചില ആൾക്കാരെ കുടിയിരുത്താനൊരു വഴി മാത്രമാണ്. അന്ന് കോൺഗ്രസ് ചെയ്തു, ഇപ്പം BJP ചെയ്യുന്നു. പാർട്ടിയിൽ എന്തെങ്കിലും ഒതുക്കേണ്ട വേണ്ടി നേരെ കൊണ്ടുപോയതേ. ബട്ട് A.R. റഹീമിനെ കൊണ്ടുവന്ന് നാഗാലാൻഡ് ഗവർണറാക്കി. നാഗാലാൻഡ് ഗവർണർ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ പകുതി പോലും ഇല്ല. പറയുമ്പോൾ സ്റ്റേറ്റ് ഗവർണറാണ്. അത് കരുണാകരൻ പറഞ്ഞു വിട്ടാണെന്നറിയോ, ഇവിടെ അദ്ദേഹം സീറ്റ് കൊടുക്കുന്നില്ല. കൊല്ലത്ത് കൃഷ്ണകുമാറിന്, കോഴിക്കോട് പിന്നെ K. മുരളീധരന്. അപ്പോൾ റഹീമിന് സീറ്റ് കൊടുക്കാനില്ല, റഹീമിന് കൊടുക്കാൻ പറ്റില്ല, പുള്ളി സീനിയറാണ്. അപ്പോൾ പുള്ളി ഒതുക്കാനുള്ള വഴി എന്താണ് കരുണാകരൻ കണ്ടത്? നേരെ നാഗാലാൻഡ് ഗവർണർ ഇന്ദിരാഗാന്ധിയായിട്ട് പറഞ്ഞിട്ട് നാഗാലാൻഡ് ഗവർണർ ഇട്ട്. ഇന്ദിരാഗാന്ധിയാണോ രാജീവ് ഗാന്ധി എന്നറിയില്ല ഇട്ട്. അത് ഇപ്പോൾ പലരും BJPയുടെ റിട്ടയർ ചെയ്ത പ്രസിഡന്റുമാരൊക്കെ എന്താണ് ഓരോ ഗവർണർക്കിട ഒരു 2 കൊല്ലം തിരിച്ചു വരും. അപ്പം ഗവർണർ പോസ്റ്റ് തന്നെ ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്ക്. രാജ്യനന്മയ്ക്ക് വേണ്ടി എന്താണ് തടസ്സം? അതായത് ഒരേ ഇലക്ഷൻ്റെ ഒറ്റ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ അപകടമുണ്ട്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. ഒരിക്കൽ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് നടത്താവുള്ളൂ, 5 വർഷം നടത്താവുന്നില്ല. നമ്മൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നിശ്ചയിക്കാമല്ലോ. ഞങ്ങൾ പറയുന്ന ഉദ്ദേശം അതാണ്. ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, മഹാരാഷ്ട്ര പഴയതുപോലെ. പക്ഷേ നമ്പർ മാറില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഏകകക്ഷി ഭരണം, ഏക രാഷ്ട്രീയ പാർട്ടി, അവർ ഏകകക്ഷി വേണമെന്ന്. പിന്നെ തെരഞ്ഞെടുപ്പ്, ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. അതിലൊക്കെ ഒരുപടി അപാകതകളുണ്ട്. അതിപ്പോൾ പറയാനുള്ള പിന്നീട് പറയാം. അപ്പോൾ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദേശീയ ലെവലിൽ ഈ ഇപ്പോൾ ആധാർ കാർഡ് ഓരോ വ്യക്തി ഒരേ കാർഡ് കൊടുത്തേക്കല്ലേ, അതിൽ നമ്പർ കൊടുത്തേക്കല്ലേ. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ കോട്ട വെച്ചിട്ട് ഒരറ്റം മുതൽ ഒറ്റ വരെ എന്ത് കൊടുക്കണം? നമ്പർ കൊടുക്കണം. അപ്പോൾ 13/47 നമ്പർ വാഴക്കുളം പഞ്ചായത്തിലെ ചെമ്പർക്കി മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടുന്നതിന് അറിയാം. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല, അടുത്ത ഭാവിയിൽ അതൊക്കെ വന്നു പോകും, വന്നേ തീരൂ. മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം മാത്രം, ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ പുരോഗമന രീതിയിൽ ചിന്തിക്കും. പിന്നെ ഈ സണ്ണി ഇബ്രാഹിം എന്നൊരു ബുദ്ധിജീവി, ഒരു പിന്നെ പത്രബോധമുണ്ട്, മനോരമയ്ക്ക് വേണ്ടിയൊക്കെ എഴുതാണ്. സണ്ണി എബ്രാഹിം സാറേ, ഞാൻ ജയശങ്കർജി പറയും പോലെ സണ്ണി എബ്രാഹിം സാർ നിങ്ങൾ കുറച്ച് ബുദ്ധിരാക്ഷസന്മാരാണ്, ഞങ്ങളെപ്പോലൊന്നുമില്ല. എന്നാലും നിങ്ങൾ എല്ലാത്തിനും അഭിപ്രായം ഭേദമുണ്ട്. ഈ ജയശങ്കരോടും സണ്ണി എബ്രാഹിം ചോദിക്കുകയാണെങ്കിൽ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഈ രാഹുൽ ഗാന്ധി പ്രിയങ്കി നിങ്ങൾ ഈ ലീഗിൻ്റെ കാലിനടിയിൽ വന്ന് നിർത്തി ജയിപ്പിച്ച പാർലമെൻറ്റിൽ വിട്ടപ്പോൾ അതിൻ്റെ പോരായ്ക, അതിൻ്റെ സൈഡ് എഫക്റ്റിൽ പാർശ്വഫലം അതെല്ലാം ഒന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ?
ജയശങ്കർജിക്ക് മനസ്സിലായി. ജയശങ്കർജി പറഞ്ഞ മനസ്സിലായിട്ട് പറയില്ല. കാരണം അത് BJPക്ക് അനുകൂലമല്ല. BJPക്ക് അനുകൂലം ഇവർ ഇവിടെ നിൽക്കുന്നതാണ്. ആ മഹാരാഷ്ട്രയിൽ ഇത്രയും പോഷാൻ കാരണം വോട്ടിന് മിസ്റ്റേക്ക് ഉണ്ടില്ലെന്നല്ല, അത് വേറെ വശം. കാരണം പ്രിയങ്ക വന്ന് വയനാട് മത്സരിച്ചതിൻ്റെ ആ ഘട്ടമാണല്ലോ ഇലക്ഷൻ നടന്നത്. ആ അർമാദിപ്പ് കാണുമ്പോഴല്ലോ ആ വടക്ക് ഇതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മറാഠികളില്ലേ അവരെടുത്ത് പരിചയമുണ്ട്. കത്തോലിക്ക സ്ത്രീ വന്ന് അവിടെ ചെന്നതിൽ കാക്കമാരായിട്ട് യോജിച്ചു പോവാണ്. ഇന്ത്യ കൊച്ചു പാകിസ്ഥാൻ വരുന്നു, പിന്നെ റോമിൽ കത്തോലിക്ക വരുന്നു ഇറ്റലിയിൽ നിന്ന് എന്നുള്ള ഇതാണ് പ്രചരണം. അത് മൗത്ത് ടു മൗത്ത്, വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് കൊടുത്ത്. ഇത് എൻ്റെ സന്നിക്കുട്ടിയെ പ്രൊഫസറെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നമുക്ക് വേണമെങ്കിൽ ഒരു അഭിമുഖം ഇരുന്ന് നോക്കിയിരിക്കാം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ പ്രിയങ്ക നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സാധ്യതയുള്ള പ്രിയങ്ക ഗാന്ധിയും അതിനു മുമ്പ് രാഹുലിനെയും ഈ ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്നെത്തി ജയിപ്പിച്ച് പാർലമെന്റ് വീട്ടിൽ ഒരു അപാകം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സണ്ണിക്കുട്ടി അബ്രഹാം സാറൊക്കെ എത്ര പുരോഗമനം, എത്ര ദീർഘമായ വീക്ഷണത ചാനലൊക്കെ വന്ന് സംസാരിക്കുന്നത്. അവരെക്കാൾ വേറെ ആരുമില്ല, ബുദ്ധിജീവികളാണ് എന്ന് പറഞ്ഞു. ഇതെന്തേ മനസ്സിലാക്കാത്തത്? ഇനി ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ, മനസ്സിലായിട്ട് നിങ്ങൾ പുറത്ത് പറയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതൊരു രാഷ്ട്രീയ മീമാംസ കണ്ട് സംസാരിക്കണം, ഏതൊരു മനഃശാസ്ത്രം കണ്ട് സംസാരിക്കണം, ഏതൊരു ബുദ്ധിജീവിയെ കണ്ട് സംസാരിക്കണം. ഈ മൊയ്തീൻ ഷായും കൂട്ടും കുറേ നാളായാലും ഇങ്ങനെ പറഞ്ഞ് ഒരു നാണം കെടുത്തുന്നത്. ഇത് വല്ല സത്യം വയ്ക്കും. അപ്പം അവർ പറയും നിനക്ക് ഞാൻ ആരാധല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നത് പറഞ്ഞ് ഒരു എനിക്ക് ഇതാകുന്നില്ല. അതുപോലെ അപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കും. കറക്റ്റാണത്. അത് മനഃശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്, ഫിലോസഫിക്കൽ തിയറിയാണ്. എന്താണ്? 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആള് കേവലം കേരളത്തിൽ വന്ന് അത് വയനാട്ടിൽ നിന്ന് ജയിക്ക് 4-5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടി അതിനെ അർമാദിച്ച് ആഘോഷം നടത്തിയപ്പോൾ ആ ഒരു കാരണം കൂടിയാണ് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര ഇത്ര ക്ഷീണം പറ്റാൻ കാരണം. അതാണ് TMCയും ഇപ്പം ശിവസേനയൊക്കെ തെന്നി പോകാൻ പോകുന്നത്. അത് എന്തേ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഈ സണ്ണിക്കുട്ടി അബ്രഹാം സാർ നിങ്ങളെ കുറച്ച് ബോധമുള്ള ആളാണല്ലോ. ബോധമുണ്ട്, ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെ പറയില്ല. അല്ല, ഇത്രയും പറഞ്ഞ് വർഷമായിട്ട് ഇത് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട്. എന്നിട്ട് കോൺഗ്രസ് ഒറ്റ നേതാക്കൾക്ക് പോലും ഇത് മനസ്സിലായില്ല. നാളെ ഒരാൾ പറയണം അതിനെന്താ കുഴപ്പം, അവർക്ക് എവിടെയും മത്സരിക്കാമല്ലോ. സമ്മതിച്ചതേ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയാൽ മതിയെങ്കിൽ ഓക്കെ. ഇത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരാൾ എത്തിയിട്ട് കാര്യമുണ്ടോ? 272 സീറ്റ് വേണ്ടേ? 272 സ്ഥലത്ത് വേണ്ടേ? ഈ ഒന്നുകൂടി ഞാൻ കൊച്ചു കുട്ടികൾ, ബേസിക്കലി ഐ എം ടീച്ചർ, ഞാൻ കൊച്ചു കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ പറയണത് അത് 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയെന്ന് പറഞ്ഞ ആൾക്ക് വടക്കിൽ നിന്ന് ജയിക്കാൻ സാധ്യമല്ല എങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ വടക്കിൽ നിന്ന് ജയിപ്പിക്കുന്നത്? പിന്നെ അങ്ങനെ 272 എവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കും? 272 കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ. 272 പോരാ. പക്ഷെ അത് ടെക്നിക്കൽ മാത്രമാണ്. തിയറിറ്റിക്കൽ അതൊന്നും പോരാ. 100 സീറ്റുകൾ അല്ലെങ്കിൽ അത് തകർന്നു. എന്നിട്ട് എന്തേ നിങ്ങൾ പ്രിയങ്കക്ക് മനസ്സിലായില്ല, രാഹുലിന് മനസ്സിലായില്ല, ഈ കോൺഗ്രസ് ഇവിടുത്തെ നേതാക്കൾ മനസ്സിലായില്ല? ഓക്കെ, അവരെല്ലാം മണ്ടന്മാരെ സമ്മതിച്ചു. പക്ഷേ സണ്ണിക്കുട്ടി അബ്രഹാം നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? കഷ്ടമാണിട്ടത് പറഞ്ഞാൽ. തകർന്നു വലിയ കോൺഗ്രസ് കൊണ്ട്. മഹാരാഷ്ട്ര പോയി, ഇനി ബീഹാർ പോകാൻ പോകുന്നു. ഇത്രയും വച്ചിട്ട് ഇത് വെച്ചിട്ട് ഇവരെ കൊണ്ട് വച്ചു. എങ്ങനെ ഇന്ത്യ മുന്നണി പേര് തന്നെ തെറ്റ്. ആ പേര് തന്നെ ഉപയോഗിച്ചേറ്റായി. ഇന്ത്യ എന്ന പേര് പാർട്ടി ഇട്ടുകൊണ്ട് ആ പേരിട്ട് തന്നെ അത് തന്നെ എന്തൊരു മണ്ടത്തിലാണ്. അങ്ങനെ ആക്കി അങ്ങനെ ഒപ്പിച്ചെടുത്ത് ഇന്ത്യ. അതൊരു കഴിവായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രിയങ്കയും ഖാർഗെയൊക്കെ പറഞ്ഞത്. ഞങ്ങളുടെ ഇന്ത്യ മുന്നണി പേരിട്ട് അത് തന്നെ അട്ടർലി ഫെയിലിയറാണ്, തോൽവി ലക്ഷമാണ്. അങ്ങനെ പേര് ഉപയോഗിക്കാൻ പാടില്ല. അത് കോമൺ അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ. കൈരളി മലയാളം ചാനലിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ചാനൽ പേരിട്ട് അവിടെ BJPക്കാരെ എതിർത്തു. അത് പറ്റില്ല, അത് കോമണാണ്. ശരിയാണത്. അത് അവർ കൈരളി നിന്നാക്കിയത്. അത് ഇന്ത്യ എന്ന് പേര് വെച്ച് ബാക്കി എന്തെങ്കിലും പേര് നിങ്ങൾക്ക് ഇടാൻ പാടില്ലേ? ഏത് അക്ഷരം മാറ്റി കൊടുക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ തന്നെ നേരത്തെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, ഐക്യ പുരോഗമന സഖ്യം. അതിനെന്തായത് കുഴപ്പം? അപ്പോൾ ആ പേരിലല്ല കുഴപ്പം, പ്രവൃത്തിയിലാണ്. അതൊന്നും മനസ്സിലാകാതെ പേര് മാറ്റി. അത്രയും കാലം 10-15 വർഷം പ്രചരിപ്പിച്ചെല്ലാം ആ പേര് പോയി. UPA പോയി.
NDA എപ്പോഴും നിലനിൽക്കാൻ അങ്ങനെ തന്നെ. UP കളഞ്ഞിട്ട് പുതിയ പേരിട്ട്, എൻ്റെ പൊന്ന് കോൺഗ്രസ് നേതാക്കളെ, പുതിയൊരു പേരൊക്കെ ഇട്ട് അത് പ്രചാരത്തിൽ വരുത്തണമെങ്കിൽ അത് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. എത്ര സമയം പിടിക്കും അത് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? ഞാൻ കേട്ട് ഇപ്പോൾ നിങ്ങൾ 10,000 കോടി രൂപയായിട്ട് വന്നാൽ മനോരമ പോലെ ഒരു പത്രം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അത് 100 വർഷ പാരമ്പര്യമാണ്. മാതൃഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? വേണ്ട. ഇപ്പം മാധ്യമത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അത് സമയമെടുക്കും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ബുദ്ധിമോശം കാണിച്ച് ആ UP എന്ന് മാറ്റിയതാണ്. അതാണ് നിങ്ങൾക്ക് ആദ്യത്തെ തെറ്റ്. ഇന്ത്യ അത് പല 2-3 പോരായുണ്ട്. ഒന്ന്, ഇന്ത്യ എന്ന വാക്കിൻ്റെ ഭാരതത്തിൻ്റെ പേരാണ്. ആ ഒരു പേര് കോമൺ ആണ്. ആ പേര് നിങ്ങളുടെ മുന്നണിക്ക് ഇട്ടപ്പോഴേ നിങ്ങൾക്ക് ചാട്ടവാറടിക്കണ്ടേ? രാജ്യത്ത് നിങ്ങൾ മറന്നുപോയില്ലേ? ഇത് പറയുന്ന ആരോടാ? കൊച്ചു കാര്യമില്ല. ഇന്ത്യയിലെ മുതിർന്ന കോൺഗ്രസ് അല്ലെ ഇന്ത്യ മുഴുവൻ ശക്തരായ നേതാക്കളോടാണ്. നിങ്ങൾ വാന്നേ, നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അത് തെറ്റ്. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ട് മത്സരിപ്പിച്ച് ഇത് അർത്ഥം നിങ്ങൾക്കൊന്നും ഇന്ത്യ ഭരണം പിടിച്ചെടുക്കാൻ ആഗ്രഹമില്ല. ഇന്ത്യ ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ പാടുപെട്ട് പണത് ആ വടക്കേരിയിൽ സീറ്റിൽ ജയിച്ച് എടുക്കേണ്ടിയിരുന്നത്. ഇതില്ല. ഇപ്പോഴത്തെ കേരളത്തിൽ വന്ന് പ്രിയങ്ക ഗാന്ധിയെ AIC പ്രസിഡൻ്റാക്കാൻ പോകുന്ന ഒരു ധാരണ പറയുന്ന കേൾക്കാൻ ശരിയൊന്നുമില്ല. കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്ന വേറെ ധാരണ ഫെയിലിയറാവും. കേരളം അടുത്ത പ്രാവശ്യം LDF ഭരിക്കും. കുഞ്ഞാക്ക് വല്ലതും മനസ്സിലായോ? കുഞ്ഞാക്ക ലീഗിൻ്റെ നേതാക്കൾക്ക് മനസ്സിലായോ? കോൺഗ്രസ് മനസ്സിലായോ? ഇടതുപക്ഷത്തിന് സാധ്യത കുറഞ്ഞ 20-25 സീറ്റിൽ BJPക്ക് ചെറുതായിട്ട് പിന്തുണ കൊടുക്കും. അല്ല 5-10 സീറ്റ് കിട്ടിക്കോട്ടെ. ബാക്കിയുള്ള സ്ഥലത്ത് BJP ചെറിയ പിന്തുണ കൊടുക്കും. അതിലിപ്പോൾ തെറ്റിട്ട് പണ്ട് കോലീബി എന്നല്ലേ കോൺഗ്രസ് BJP സഖ്യം ഉണ്ടായല്ലോ കേരളത്തിൽ രഹസ്യമായിട്ട്. അതിന് പൊളിച്ച് മുഴുവൻ മാധ്യമം പത്രമാണ്. മാധ്യമം പത്രം നിരന്തരമായിട്ട് മഞ്ച് ഇവിടെ 2 സ്ഥലത്ത് പേരൊക്കെ കിട്ടുപോയി. അത് മാധ്യമം പത്രം എഴുതി പൊളിച്ചു കളിച്ചു, വിജയിച്ചില്ല. അതൊക്കെ എത്ര 30-40 വർഷം മുമ്പാണ്. അതിനുശേഷം ഇതെല്ലാം മാറ്റി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളെ സംബന്ധിച്ച് BJP ആയിട്ട് കൂട്ടുകൂടുന്നോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലജ്ജയില്ല, ഒരു ഇഷ്ടക്കുറവുമില്ല. അങ്ങനെ ആക്കിയെടുത്തു. അത് BJPയുടെ ഇതുണ്ട്, ഭരിക്കുന്ന കക്ഷിയുടെ ഇതുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഇതുണ്ട്. എന്താണ് നാട്ടുപൂച്ചും കാട്ടുപൂച്ചയായിട്ട് മമ്മിളി തറവാട് നശിപ്പിച്ചു എന്ന് പറയും പോലെ എല്ലാം കൂടി സ്ഥലങ്ങളിൽ ഒപ്പിച്ചു. ഇപ്പം എന്താണ് CPM-ഉം BJP ആയിട്ട് ഒരു ധാരണ എത്തി മുന്നോട്ട് പോകാൻ തടസ്സമില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത ഭരണം LDF-നെ കൊണ്ടുപോകും. അപ്പോൾ പ്രിയങ്കയുടെ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വല്ല കാര്യമുണ്ടോ? കേരളം കിട്ടിയില്ല. ഇപ്പം ഇനി ഏതിൽ സ്റ്റേറ്റ് കിട്ടുമോ കോൺഗ്രസ്സിന്? അത് ജാർഖണ്ഡ് കിട്ടി കോൺഗ്രസ് അല്ലോ, കാശ്മീർ കിട്ടി കോൺഗ്രസ് ആണോ? അതൊക്കെ നിങ്ങൾ ഞാഞ്ഞൂല് കടിച്ചെടുത്തോടുമ്പോൾ, പാമ്പ് കടിച്ചെടുത്തോടുമ്പോൾ ഞാഞ്ഞൂല് പറയും ഞങ്ങൾ കടിച്ച് അങ്ങനെ ഇരിക്കുന്നത് വീമ്പെളുക്കും പോലെ. വീമ്പല്ലേ? പാമ്പും ഞാനുമായിട്ട് ബന്ധമുണ്ടോ? കാശ്മീരിൽ എന്താണ് കോൺഗ്രസ് സാധ്യതയുള്ളത്? എത്ര സീറ്റുണ്ട് അവർക്ക്? അത് നാഷണൽ കോൺഫറൻസ് അല്ലേ. ഇപ്പോൾ ജാർഖണ്ഡിൽ അവിടെ ആരാണ്? സോറനല്ലേ? അവിടെ കോൺഗ്രസ് സീറ്റുണ്ട്. ഭരിക്കുക ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസിനുള്ളത്? പറയുന്നേ ഏത് സംസ്ഥാനത്തിലുള്ളത്? കർണാടക ഓക്കെ സമ്മതിച്ചു. ബാക്കി ഏത് സംസ്ഥാനത്തുള്ളത്? അത് തെലുങ്ക് കാര്യമുണ്ട്, അതും സമ്മതിച്ചു തുടങ്ങി. പക്ഷെ ബാക്കി എവിടെയാ? അപ്പം ഇതിനർത്ഥം കോൺഗ്രസിൻ്റെ ചിന്താഗതിയും പ്രവർത്തന രീതിയിലും ഉരുട്ടി വീഴ്ച പറ്റുന്നത് തെറ്റുപറ്റുന്നുണ്ട്. അതുകൊണ്ട് വലിയ വില കൊടുക്കണം. പാർട്ടി തളർന്നു പോവുകയാണ്. ഞാൻ വീണ്ടും വന്ന് പെണിങ്ങാലും വീണ്ടും പറയുന്നത്, ഈ കോൺഗ്രസ്, സോണിയ കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ RSS-നും BJP ഇത്രയും പെട്ടെന്ന് വളർത്താൻ സാധ്യതയുണ്ട്. അതിന് സാഹചര്യം ഉണ്ടായി. ഇത് പറയാൻ കാരണം ഇപ്പം ഞങ്ങൾ മുനമ്പം സംഭവത്തെക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് വരുന്ന വഴിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്. അല്ല, വികാരവിക്ഷോഭം ചില പറഞ്ഞു. കാരണം സഭയ്ക്കൂടെ 20 ലക്ഷം കോടി ഏക്കറുണ്ട് ആയിട്ട് ചർച്ച ആക്ട് മാത്രമേ ഉള്ളൂ. ഒരു ദേവസ്വം ബോർഡ് പോലും അല്ലെങ്കിൽ വക്കം ബോർഡ് പോലും ഒന്നുമില്ല. കണക്കൊന്നും ബോധിക്കട്ടെ. വക്കം ബോർഡിൽ അവൻ്റെ വരുമാനത്തിൽ 7% ഈ വക്കം ബോർഡിന് കൊടുക്കണം. അതിന് കൂച്ചുവിലും കിട്ടിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡാണെങ്കിൽ അതിനൊരു പ്രശ്നമുണ്ട്. ദേവസ്വം ബോർഡ് നടപടിയെടുത്തേക്കാണെന്ന ഒരാളെ ദിലീപിനെ അവിടെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ച ആക്ടുള്ള സ്ഥലത്ത് വല്ല നിയമമുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഭൂസ്വത്തുള്ളത് സഭയ്ക്കാണ്. അത് കത്തോലിക്ക സഭയ്ക്ക്, മറ്റു സഭയുടെ വേറെ. അതും ഇവിടെ ആർക്കൊരു വിഷയമല്ല കേട്ടോ.
ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ വരുന്നത് ഈ കോൺഗ്രസ് സോണിയ ഇതുമാണ് ഇന്ത്യയിൽ ഇത്രയും പെട്ടെന്ന് BJP ഭരണത്തിലും സംഘപരിവാർ ഇതിനും വന്നു. അതിൻ്റെയൊക്കെ പ്ലാനിങ് ചെയ്താണ്, വെറുതെ ഒന്നുമല്ല. എങ്ങനെ സോണിയ വന്നു എന്ന് ഞാൻ സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ചല്ലോ, എങ്ങനെയാണ് രാജീവ് വിദ്യയായിട്ട് സോണിയാഗാന്ധി പരിചയപ്പെട്ടത്? ഒരുമിച്ച് പഠിക്കണ സഹപ്രവർത്തകയായിരിക്കണം. ഇത് രണ്ടും പറയുന്നില്ല. ഒരുമിച്ച് പ്രവർത്തിച്ചായിട്ട് കാണുന്നില്ല, ഒരുമിച്ച് പഠിച്ചായിട്ട് കാണുന്നില്ല. പിന്നെ എങ്ങനെ പരിചയം വന്നു? അപ്പം അതിൻ്റെ പുറകിലേക്കാണ് കള്ളക്കളികളുള്ളത്. അതെല്ലാം ഇവിടുത്തെ ചില വിഭാഗങ്ങൾക്ക് വളരാനുള്ള ഒരു ആസൂത്രിതമായ തയ്യാറെടുപ്പായിരുന്നു. അതാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ വേറെ ഒന്ന് രണ്ട് പ്രാദേശിക കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നിർത്താവുന്ന പരിപാടി. ഒന്ന്, BJP സുരേന്ദ്രൻ്റെ സംഭാഷണം പത്രക്കാരെല്ലാം അടിച്ചാണ്, തകർത്ത് കളയും, വന്ന് തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ സുരേന്ദ്രൻജി, അങ്ങൊരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, അങ്ങനെയൊക്കെ അടിച്ചാക്ഷേപിക്കാവോ? തെറ്റ് ചെയ്തവർക്ക് വേണ്ടി കൊടുക്കുക. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് തെറ്റാന്ന് പറഞ്ഞ്. കേരളത്തിൽ മുഖ്യ ശത്രു ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാം. പക്ഷേ മറ്റൊരു ദേശീയ ലെവലിൽ എങ്ങനെയാണോ അത് പറഞ്ഞില്ല. അതുപോലെ എല്ലാ പത്രക്കാരും പറഞ്ഞില്ലേ. അതുപോലെ വേറൊരു കാര്യം, പിണറായി സഖാവിൻ്റെ പോലീസ് ചോദിക്കുകയാണ്, പരസ്യമായിട്ട് സംഘപരിവാറിൻ്റെയും BJPയുടെയും പ്രവർത്തകരും നേതാക്കളും കൊലവിളി നടത്തിയിട്ട് അതിൻ്റെ പേരിൽ എന്ത് കേസെടുത്ത് സാർ? 2 പിള്ളേർ മാവോ സൂക്തം എന്ന് പറഞ്ഞ പുസ്തകം എന്തോ നോട്ടീസ് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ UAPA ചുമത്തിയില്ലേ? ഞാൻ പിണറായി കുറ്റം പറയില്ല, പോലീസും കുറ്റം പറയില്ല. നിങ്ങൾ എന്ത് നടപടി എടുത്തോട്ട് ആ കേസ് വളരെ പരസ്യമായിട്ട് ഇത്രയും തെളിവ് സഹിതം വിളിച്ച് പറഞ്ഞിട്ട് പച്ചക്ക് കത്തിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തതിനെ കുറിച്ച്? വേറെ കേരള പോലീസിന് വേറെ ഉണ്ട്. 17 വയസ്സുള്ള ഒരു ഹിന്ദു യുവതി നേഴ്സിങ്ങിന് പഠിക്കുന്നത്, അവൻ്റെ കോളേജിൽ കുട്ടിയുടെ കോളേജിൽ പഠിക്കുന്ന ഒരു മുസ്ലിം ലക്ഷദ്വീപുകാരും കൂടെ, മുസ്ലിം യുവാവ് 20 വയസ്സ്, അവർ ഒരുമിച്ച് ബൈക്കിൽ പോയി മഴ ഇപ്പോൾ കയറി നിന്ന് താമസം വന്നു. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ സ്ത്രീയും ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഒരു പരാതിയിൽ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, അത് മഴ വന്നപ്പോൾ പോയതാണ്, ഒരുമിച്ച് പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസ് സമ്മതിച്ചില്ല. നടപടി എടുത്ത് കേസ് കൊടുത്ത് അകത്തിട്ട് അവസരം ബഹുമാനയുടെ കോടതി കാര്യം മനസ്സിലായി. കോടതി പറഞ്ഞത് കുഴപ്പമില്ല, വിട്ടേക്കാൻ പറഞ്ഞേക്കാം. ഇനി അവിടുന്ന് ഒന്ന് സ്വന്തം ആ പയ്യന് ഹൈക്കോടതി പോകണം. ഹൈക്കോടതി പറഞ്ഞത് ഈശൊന്നുമില്ല, എത്ര ആയിരം രൂപയിലുണ്ട്, വല്ല കാര്യമുണ്ടോ? പരാതിയില്ല, പിന്നെ പോലീസ് എന്താ? അത് രാത്രിയാണ് നല്ലതാണ്, പട്ടപ്പകലാണ്. അപ്പോൾ ഒരുമിച്ച് കണ്ടു എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ പറ്റും? അങ്ങനെ നിയമമുണ്ട് സാർ ഇവിടെ. ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് തെളിവ് വേണം, അല്ലെങ്കിൽ കുട്ടി രക്ഷാത്ത പരാതി വേണം, അല്ലെങ്കിൽ സാഹചര്യ തെളിവ് വേണം. ഇത് പരസ്യമായിട്ട് രണ്ടുപേരും അടുത്തടുത്ത് കണ്ടു സംസാരിച്ചു എന്നാൽ അത് ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ. ഇങ്ങനെയെല്ലാം വടക്കേന്ത്യയിൽ നടക്കുമ്പോൾ കൊച്ചു കേരളത്തിൽ പോലും ശ്രമിച്ചാൽ നമ്മുടെ പോലീസ് എന്താ ചിന്തിക്കുക? എന്താ നമ്മുടെ പോലീസിൻ്റെ പണി? പിണറായി സഖാവ് അങ്ങയുടെ ആഭ്യന്തര വകുപ്പ് എന്താണ് ചുമതല? അത് പ്രശ്നം ഉണ്ടാക്കാണോ? അല്ലാത്ത നീർന്ന പല കേസുകളും നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവില്ലെന്ന് തോന്നിയോ? ഇതൊക്കെയാണ് അവസ്ഥ. അതുപോലെ ഞാൻ ചെറിയൊരു പോയിന്റ് പറഞ്ഞ് നിർത്താണ്. കഴിഞ്ഞ ദിവസം പത്മകുമാർ എന്നിട്ട് പറഞ്ഞിട്ട് ആൾ 44 വയസ്സുള്ള ഭാര്യയെ ഇവിടെ പെട്രോൾ വെച്ച് കൊന്നു പറഞ്ഞാണ്. എൻ്റെ പൊന്ന് ചേട്ടൻ മരിച്ചു പോയില്ല, അതുകൊണ്ട് പറയാം. മറ്റാൾ മരിച്ചോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ബസ് 6 കൊടുത്തില്ല 5 പേരും 6-7 പേരും മരിച്ച്, അവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്ന് 14 വയസ്സിലെ ഒരേ ഒരു മകളുണ്ടെന്ന് പറഞ്ഞു. ആ മകളായിട്ട് നിങ്ങൾ ഓർത്തോ? ആ ഒരു സ്ത്രീ പോയി ഞങ്ങളുടെ പോട്ടി എന്തെങ്കിലും വേറെ എത്രയോ സ്ത്രീകളെ കിട്ടും, അല്ലെങ്കിൽ സ്ത്രീകളെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലേ? എത്ര പേര് വിവാഹം കഴിച്ച് ജീവിക്കുന്നു? ഇത് നിങ്ങൾക്ക് മറ്റ് ജയറാം പറയും പോലെ അങ്ങനെയൊക്കെ അതിനൊക്കെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കൊല്ലണോ? ആ കുട്ടിയുടെ ഭാവി നോക്കിയോ? അപ്പോൾ ദൈവം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നിമിഷ സുഖത്തിന് വേണ്ടി ഭാര്യാഭർത്തൃ ബന്ധം വിട്ട്, അതായത് നിങ്ങൾ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഭർത്താവിനെ ഇഷ്ടപ്പെടാതെ പോകുന്ന കാമുകൻ, അല്ലെങ്കിൽ ഭാര്യ ഇഷ്ടപ്പെടാതെ പോകുന്ന കാമുകിയും അവർ ഇതുപോലെ ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ എന്താ വ്യത്യാസമല്ലേ? അക്കരെ നിൽക്കും ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കും അക്കരെ പച്ച, ഒന്നുള്ളൂ. എല്ലാം ഒന്ന് തന്നെ. എല്ലാം വെളുക്കൂതിയ കറുപ്പ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒന്ന് തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടായിക്കല്ലേ? കുടുംബ പെൺകുട്ടിയെ 14 വയസ്സുള്ള മകളാരും ആലോചിച്ചോ? നിങ്ങൾ സുഖസൗകര്യത്തിൽ പോയപ്പോഴും അത് തന്നെയല്ല. ഭർത്താവിനെ തൻ്റെ മുമ്പിലിട്ട് ഭർത്താവിനെ കാമുവിനെ കൂടി തല്ലിക്കുക എന്ന് പറഞ്ഞാൽ
ആ സ്ത്രീക്ക് എത്ര നീചമായാണ്. ഇപ്പോൾ മരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല, എന്താ എത്ര മോശമായ ചിന്താഗതിയാണ്. സ്വന്തം ഭർത്താവിനെ എന്നെ സ്വന്തം കാമുകില്ല, കാമുകന് സ്വന്തമാവില്ല, കാമുകനെ കൊണ്ട് തല്ലിച്ച് അത് കണ്ട് ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റല്ലേ? അപ്പം ജീവിച്ചിരിക്കുന്ന യുവതി യുവാക്കളോടും പിന്നെ മധ്യവയസ്കരോടും പറയാനുള്ളത്, നിങ്ങൾ വേലി ചാടും, അത് ആദമിൻ്റെ കാലം മുതലുള്ളതാണ്, അത് ചാടിക്കും, അതൊക്കെ ഒരു നയത്തിൽ നിൽക്കണ്ടേ? നിങ്ങൾ ഈ കുട്ടികളായിട്ട് ഓർത്തോ? ഇപ്പം ആ സ്ത്രീ കരിഞ്ഞ് ചാരായി പോയി, ഇദ്ദേഹം അങ്ങനെ 14 വയസ്സും ജയിലിൽ കിടക്കും. ആ പെൺകുട്ടിയോ? അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി നേട്ടം? അങ്ങനെ ഇങ്ങനെ പോട്ടെ നിൽക്കണം. ഇനി ആ ഭാര്യയെ നിങ്ങൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സൈക്കോളജി പറഞ്ഞുതരാം. പണ്ടൊരു പെൺകുട്ടി ഒറ്റ സ്നേഹിച്ചിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവൾ വേറെ ഒരുത്തനെ കൂടെ കല്യാണം കഴിച്ച് പോയി. അപ്പോൾ ആദ്യത്തെ കാമുകൻ ആ രണ്ടാമത് പോയ കാമുകനെ കൂടി സ്നേഹിക്കുന്നു. കാമുകി മാത്രമല്ല, അവനെയും കൂടി സ്നേഹിക്കുന്നു. അതെന്താണ് സുഹൃത്തേജ് പോകാൻ പറഞ്ഞല്ലോ? ഞാൻ അവളെ അത്രകൊണ്ട് സ്നേഹിച്ചു പോയി. അവൾ സ്നേഹിക്കുന്ന വസ്തുവിനെ പോലും ഞാൻ സ്നേഹിക്കുന്നു. അവൾക്ക് സ്നേഹമായിട്ടാണല്ലോ രണ്ടാമത്തെ കാമുകൻ്റെ കൂടെ പോയത്. അതാണ് ലവ്, അതാണ് പ്രേമം. അല്ല പ്രേമം തെറ്റിക്കഴിഞ്ഞാൽ ആശ്രയിച്ച് കൊല്ലല്ല. അതൊക്കെ മരമണ്ടന്മാരുടെയും ദുഷ്ട ചിന്താഗതിക്കാരുടെയാണ്. അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വാക്ക് നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.